അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ടിലെ 7ാമത്തെ പാഠം, 8ാമത്തെ പാഠം, 9ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 2 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. നാം ഈ വീഡിയോയിൽ സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ കൗസർ, സൂറത്തുൽ മാഊൻ ഈ 3 സൂറത്തുകളുടെ തദ്രീബാത്താണ് നോക്കുന്നത്. കൂട്ടുകാരെല്ലാവരും പേജ് നമ്പർ 20 എടുക്കൂ. ഈ പേജിൽ നമുക്ക് സൂറത്തുൽ കാഫിറൂൻ കൊടുത്തിരിക്കുന്നു. കൂട്ടുകാർ തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ഈ സൂറത്തിന് താഴെ നഖ്റ എന്ന പ്രവർത്തനം നോക്കൂ. ഈ സൂറത്തിൽ നിന്നും ഏതാനും പദങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. യാ അയ്യുഹൽ കാഫിറൂൻ. അടുത്തത് ലാ അഅ്ബുദു. അടുത്തത് മാ തഅ്ബുദൂൻ. അടുത്തത് വലാ അൻതും. അടുത്തത് മാ അഅ്ബുദു. അടുത്തത് വലാ അന ആബിദുൻ. അടുത്തത് ആബിദും മാ അബദ്തും. അടുത്തത് ലക്കും ദീനുക്കും. അടുത്തത് ദീനുക്കും വലിയ ദീൻ. അടുത്ത പേജ് നോക്കൂ. നുലാഹിൽ റൈൻ. ഇവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ റൈനിനെ ശ്രദ്ധിക്കണം. റബ്ബിൽ ആലമീൻ. ആലമീൻ എന്നതിൽ റൈനുണ്ട്. അടുത്തത് നഅ്ബുദു. നൂനിന് ശേഷം റൈനുണ്ട്. നസ്തഈൻ. തായിന് ശേഷം റൈനുണ്ട്. ഖുൽ അഊസു. അഊസു എന്നതിൽ റൈനുണ്ട്. അടുത്തത് യദ്ഉൽ യതീം. യദ്ഉ റൈനിന് ശദ്ദാണ്. അടുത്തത് ഫജഅലഹും. ജീമിന് ശേഷം ഐനാണ്. അടുത്തത് ഇദാ ബുഅ്സിറ. ബുഅ്സിറ എന്നതിൽ ബായിന് ശേഷം ഐനാണ്. അടുത്തത് അഫലാ തഅ്ഖിലൂൻ. അടുത്തത് ഇബാദുൻ. അടുത്ത പ്രവർത്തനം നക്തഷിഫ് കണ്ടെത്താനുള്ളതാണ്. ഐനിനെ മിനസ്സൂറത്തിൽ ആത്തിയ. ഇവിടെ കൊടുത്തിരിക്കുന്ന സൂറത്തിന്റെ ആയത്തുകളിൽ നിന്ന് ഐനിനെ കണ്ടെത്തണം. 12ാമത്തെ ആയത്തിൽ ഇദിം ബഅസ. ബായിന് ശേഷം ഐനാണ്. 14ാമത്തെ ആയത്തിൽ ഫഅഖറൂഹ. അതേ ആയത്തിൽ തന്നെ അലൈഹിം. ഇനി 15ാമത്തെ ആയത്തിൽ ഉഖ്ബാഹ. ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയ എല്ലാ സ്ഥലത്തും ഐനുണ്ട് കേട്ടോ. അടുത്ത പേജ് നോക്കൂ. 8ാമത്തെ പാഠം സൂറത്തുൽ കൗസർ. കൂട്ടുകാർ ഈ സൂറത്തും തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ഈ സൂറത്തിന് താഴെ നഖ്റ എന്ന പ്രവർത്തനം നോക്കൂ. ഈ സൂറത്തിൽ നിന്ന് കുറച്ച് പദങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇന്നാ അഅ്തൈനാക. അടുത്തത് അഅ്തൈനാകൽ കൗസർ. അടുത്തത് ഫസ്വല്ലി ലിറബ്ബിക. അടുത്തത് വൻഹർ. അടുത്തത് ഇന്ന ഷാനിഅക. അടുത്തത് ഹുവൽ അബ്തർ. അടുത്ത പ്രവർത്തനം ഉലാഹിൽ സ. ഇവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ സാഇനെ ശ്രദ്ധിക്കണം. ഷർറിൻ നഫാസാത്തി.
ഫായിന് ശേഷം സ ആണ്. സുമ്മ കല്ല. സുമ്മ അതിൽ നോക്കൂ, സ കൊടുത്തിരിക്കുന്നു. അടുത്തത് മൻ സഖുലത്. അടുത്തത് ഫഅസർന ബിഹി. അടുത്തത് സ്വലാസത്ത്. ഇതിൽ 2 സ ഉണ്ട്. അടുത്തത് ഇദാബു ഉസിറ. അടുത്തത് മിസ്കാല. അടുത്തത് മസ്ന വസുലാസ. ഇതിൽ മൊത്തം 3 സ ഉണ്ട്. മസ്ന എന്നതിൽ 1 സ, വസുലാസ എന്നതിൽ 2 സ. അടുത്തത് സിക്റൻ കസീറ. അടുത്ത പേജ് നോക്കൂ, നക്തഷിഫ് കണ്ടെത്താനുള്ളതാണ്. സായിനെ സൂറത്തിൽ ആത്തിയ. ഇവിടെ കൊടുത്തിരിക്കുന്ന സൂറത്തിന്റെ ആയത്തുകളിൽ നിന്ന് സായിനെ കണ്ടെത്തണം. 2ാമത്തെ ആയത്തിൽ അസ്ഖാലഹ. 4ാമത്തെ ആയത്തിൽ തുഹദ്ദിസു. 7ാമത്തെ ആയത്തിൽ മിസ്ഖാല. 8ാമത്തെ ആയത്തിൽ മിസ്ഖാല. ഞാൻ അടയാളപ്പെടുത്തിയ സ്ഥലത്തെല്ലാം ഫ ഉണ്ട്. അടുത്ത പ്രവർത്തനം ലാഹിദുൽ വഖ്ഫ അലർ റാ. ഇവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ വഖ്ഫുള്ള റാഇനെ ശ്രദ്ധിക്കണം. ഇദാ അസ്ഫർ. അടുത്തത് വൻഹർ. അടുത്തത് ഹുവൽ അബ്തർ. അടുത്തത് വറുജ്സ ഫഹ്ജുർ വസിയാബക ഫതഹിർ. അടുത്തത് ഫക്കറ വഖദ്ദർ. അടുത്തത് അദ്ബറ വസ്തക്ബർ. അടുത്തത് സുമ്മ നളർ. അടുത്തത് തിസ്അത അശർ. ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ പദങ്ങളുടെ അവസാനത്തിലും വഖ്ഫുള്ള റാ ഉണ്ട്. അടുത്ത പേജ് നോക്കൂ, 9ാമത്തെ പാഠം സൂറത്തുൽ മാഊൻ. കൂട്ടുകാർ ഈ സൂറത്തും തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ഈ സൂറത്തിന് താഴെ നഖ്റ എന്ന പ്രവർത്തനം നോക്കൂ. ഈ സൂറത്തിൽ നിന്ന് ഏതാനും പദങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. അറഅയ്തല്ലദി. അടുത്തത് യുകദ്ദിബു ബിദ്ദീൻ. അടുത്തത് യദ്ഉൽ യതീം. അടുത്തത് വലാ യഹുല്ലു. അടുത്തത് അലാ തആമി. അടുത്തത് ഫവൈലുൽ ലിൽ മുസല്ലീൻ. അടുത്തത് അൻ സ്വലാത്തിഹിം. അടുത്തത് യുറാഊന. അടുത്തത് വയംനഊനൽ മാഊൻ. അടുത്ത പേജ് നോക്കൂ, മുലാഹിദ് സാൽ. ഇവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ സാലിനെ ശ്രദ്ധിക്കണം. സിറാത്തൽ ലസീന. ലസീന എന്നതിൽ സാലുണ്ട്. അടുത്തത് ഖുൽ അഊസു. സാൽ അവസാനത്തിൽ സാലുണ്ട്. അടുത്തത് ഇദാ വഖബ്. ഇദാ എന്നതിൽ സാലുണ്ട്. ഹാസൽ ബൈത്തി. ഹാസ എന്നതിൽ സാലുണ്ട്. അടുത്തത് യൗമ ഇസിൻ. അടുത്തത് ബിഇസ്നി റബ്ബിഹിം. ബിഇസ്നി എന്നതിൽ സാലുണ്ട്. അടുത്തത് മൻ ദല്ലദി. ഇവിടെ 2 സാലുണ്ട്. അടുത്തത് കിസ്സാബ. ഇവിടെ ഷദ്ദുള്ള സാലുണ്ട്. അടുത്തത് ഇദാ സുക്കിറ. ഇവിടെയും 2 സാലുണ്ട്. അടുത്ത പ്രവർത്തനം നക്തഷിഫ് കണ്ടെത്താനുള്ളതാണ്. സാലിനെ സൂറത്തിൽ ആത്തിയ. ഇവിടെ കൊടുത്തിരിക്കുന്ന സൂറത്തിന്റെ ആയത്തുകളിൽ നിന്ന് സാലിനെ കണ്ടെത്തണം. 1ാമത്തെ ആയത്തിൽ ഇദാ. 2ാമത്തെ ആയത്തിലും ഇദാ. 3ാമത്തെ ആയത്തിൽ ഖലഖസ് സഖറ. ഷദ്ദുള്ള സാലാണ്. 9ാമത്തെ ആയത്തിൽ വകസ്സബ. കാഫിന് ശേഷം സാലാണ്, ഷദ്ദുള്ള സാലാണ്. 11ാമത്തെ ആയത്തിൽ ഇദാ. അടുത്ത പേജ് നോക്കൂ, 14ാമത്തെ ആയത്തിൽ ഫഅൻസർതുക്കും. ഇവിടെ സാക്കിനായ നൂനിന് ശേഷം സാലാണ്. ഇനി 16ാമത്തെ ആയത്തിൽ
അല്ലസീ കസ്സബ. ഇവിടെ മൊത്തം 2 ദാലുണ്ട്. അടുത്ത പ്രവർത്തനം നുലാഹിലുൽ വഖഫ അലന്നൂൻ. ഇവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ നിന്നും വഖഫായ നൂനിനെ ശ്രദ്ധിക്കണം. അപ്പൊ നോക്കൂ, കാനൂ യുഅദൂൻ. അടുത്തത് യൂഫിലൂൻ. അടുത്തത് ലഖാദിറൂൻ. അടുത്തത് ബിമസ്ബൂഖീൻ. അടുത്തത് മിമ്മാ യഅലമൂൻ. അടുത്തത് മുഹ്തിഈൻ. അടുത്തത് യുഹാഫിലൂൻ. അടുത്തത് ഖായിമൂൻ. അടുത്തത് മലൂമീൻ. ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ പദങ്ങളുടെയും അവസാനത്തിൽ വഖഫായ നൂനാണ്. കൂട്ടുകാർക്ക് ഈ 3 സൂറത്തിന്റെയും പ്രവർത്തനങ്ങൾ മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.